കാർഷിക ഉൽപ്പന്നങ്ങൾ ശാസ്ത്രീയമായി സംഭരിച്ച് മികച്ച വില ലഭ്യമാക്കുന്നതിനും വിപണന കേന്ദ്രങ്ങളുമായി കർഷകരെ നേരിട്ട് ബന്ധിപ്പിക്കുന്നതിനുമായി തൃക്കരിപ്പൂരിൽ ഏകദിന ബോധവൽക്കരണ പരിപാടി നടത്തി. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് സി രവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തൃക്കരിപ്പൂർ ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ്, കണ്ണൂർ വെയർഹൌസിംഗ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ശാസ്ത്രീയമായി സംഭരിച്ച് മികച്ച വില ലഭ്യമാക്കുന്നതിനും വിപണന കേന്ദ്രങ്ങളുമായി കർഷകരെ നേരിട്ട് ബന്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടായിരുന്നു ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് സി രവി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കാര്യങ്ങളുടെ ഗൗരവം പോയിന്റ് മനസ്സിലായി. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഐസിഎമ്മിന്റെ ഉദ്യോഗസ്ഥർ എല്ലാ പറഞ്ഞതും പിന്നെ വശങ്ങളൊക്കെ അതിന്റെ സൂക്ഷിക്കുന്ന കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഐസിഎമ്മിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതാണ്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാതെ മുൻ പ്രസിഡന്റ് ബി വി വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് പരിശീലകൻ സി വി വിനോദ് കുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. വർഷകാലം കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിയിലേക്ക് പോകും. പച്ചക്കറി ഉണ്ടാകും. ഈ പച്ചക്കറി ഉണ്ടാക്കുന്നത് അന്ന് നിന്നല്ല, ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വെള്ളരിക്ക, മത്തൻ, കുമ്പളങ്ങ, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ആ സമയത്ത് ഒരു ഉപഭോഗത്തിന് വേണ്ടി മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് വരേണ്ട കാലം വരാൻ വേണ്ടി പോവുകയാണ്. കർക്കിടകത്തിലൊക്കെ നമുക്ക് ആഹാര സാധനങ്ങളുടെ ലഭ്യത കുറവും. അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളരിക്കെല്ലാം നമ്മൾ സംഭരിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവും. തെങ്ങിൻ്റെ ഓല തുറന്നു വെച്ചിട്ട് അതിൽ വെള്ളരിക്ക വെച്ചിട്ട് വിട്ടത്തിന് കെട്ടിപ്പോകും. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ, കൃഷി ഓഫീസർ എ രജീന, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാജീവൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ, പടന്ന പഞ്ചായത്തുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കർഷകർ ഉൾപ്പെടെ 50ഓളം പേർ ഏകദിന ക്യാമ്പിൽ പങ്കാളികളായി. ഉൽപ്പന്ന സംഭരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി കർഷകരുടെ സംഘം കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ സ്റ്റേറ്റ് വെയർഹൌസും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.